ഹലോ നമസ്കാരം. തേണ്ടേ നമ്മൾ പിന്നെയും ഡൺമോർ ഈസ്റ്റ് ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേരോട് ഉണ്ട് കേട്ടോ. എന്നോട് ചൂണ്ടയിടാനായിട്ട് രണ്ടുപേരോട് വന്നിരിക്കുക. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ട്രക്കുകളൊന്നും കിടപ്പില്ല ഇന്ന്, ബോട്ടുകളെല്ലാം ഉണ്ട്. ബോട്ടെല്ലാം വന്ന് കിടപ്പുണ്ട്. ഫിഷിങ്ങിന് പോകാനുള്ളതും വന്നതും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് ഇവിടെ. കണ്ടെയ്നർ ഫിഷിങ്ങിനുള്ള സാധനമൊന്നും, ഫിഷ് കയറ്റുന്നത് ഇറക്കുന്നതൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് ചൂണ്ടയിടാൻ പരിപാടിയിലേക്ക് പോവാണേ. നല്ല വെയിലുണ്ട് ഇന്ന്, നല്ല അടിപൊളി വെയിലാണ്. ഇതുണ്ടോ ബോട്ട് കിടക്കുന്നുണ്ടോ? 2 ബോട്ട് ഒരുമിച്ച് കിടക്കുന്നത്. ആ റെഡ് ബോട്ട് ഉണ്ടോ, അത് ഭയങ്കര വലിയ, രണ്ടും വലിയ ബോട്ട് തന്നെയാണ്. ആ റെഡ് ബോട്ട് കുറച്ചുകൂടെ വലുതാണ്. അപ്പോഴത്തേണ്ട ഞാനേ ബേസിക്കായിട്ട് എങ്ങനെയാണ് ചൂണ്ട എറിയുന്നത് എന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ. നമ്മൾ ചൂണ്ടയുടെ ഇതരത്തില്ലേ, കൊളുത്ത് നമ്മൾ ചൂണ്ടയുടെ അറ്റത്ത് കെട്ടുന്നു. എന്നിട്ട് ഇത് വെയിറ്റ്, ഇതിപ്പോൾ 3 ounce വെയിറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. 3 ounce വെയിറ്റ്, 6 കൊളുത്തുള്ള ചൂണ്ട. ഓക്കെ, അത് നമ്മുടെ ഷോപ്പിൽ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് പല കളറിലുള്ള ഗിൽറ്ററിങ് ഉള്ള ഇത്. ഇപ്പോൾ ഗോൾഡൻ കളറിലത്തെ ഹുക്കാണിത്. അതായത് വെയിലടിക്കുമ്പോൾ തിളങ്ങുന്ന ടൈപ്പ്. ഇപ്പോൾ ഗോൾഡൻ അല്ല സിൽവർ ആണെങ്കിലും കുഴപ്പമില്ലേ. എന്നിട്ട് ഇതിനെ നമ്മൾ കെട്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ലോക്ക് സിസ്റ്റമാണ് ഇതിൻ്റെ. ഇത് അറിയാമായിരിക്കും എല്ലാവർക്കും, എന്നാലും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടല്ലോ. ഞാനാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ നോക്കിയിട്ടാണെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഇംഗ്ലീഷുകാരുടെ കുറച്ച് വീഡിയോസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എൻ്റെ ഇരിക്കുന്ന ഷിമാനോയുടെ റീലാണിത്. ഇതിപ്പോൾ ലോക്കാണിത്. ഇത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ ലോക്ക് ഇങ്ങനെ ഇവിടെ ഈ നമ്മുടെ നൂലിൽ ഇങ്ങനെ പിടിച്ച ശേഷം ഓക്കെ, ഏതൊരു ഹൈറ്റാണ് വേണ്ടി ആ ഒരു ഇതുണ്ട്. ഏതൊരു ഹൈറ്റാണ് വേണ്ടി ആ ഒരു ഹൈറ്റിൽ നമ്മൾ നൂലിനെ കൊണ്ട് കറക്കി റെഡിയാക്കി നിർത്തിയിട്ട് നമ്മൾ ഇതേണ്ട ഈ ടോയിൻ ഉണ്ടോ നമ്മുടെ ഇത് ടോയിൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യും. ഈ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ലോക്ക് റിലീസ് ചെയ്യും. ഇതാണ് ലോക്ക് റിലീസ് ചെയ്തിട്ട് നമ്മൾ വലയൊക്കെ വീശി എറിയുന്നത് പോലെ നമ്മുടെ ഈ വെയിറ്റ് കണ്ടോ, ഈ വെയിറ്റിനെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ മാക്സിമം എഫോർട്ട് എടുത്ത് എറിയുക. എത്രയും ദൂരെ പോകുന്നോ അത്രയും നല്ലത്. കണ്ടോ എറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളത് വിട്ടോണം. നമ്മൾ ആ ഹോൾഡ് ചെയ്ത് പിടിച്ചില്ലേ, ആ നൂലങ്ങ് വിട്ടിട്ട് എറിയുന്നതും വിടുന്നതും ഒരുമിച്ച് വേണം. ഓക്കെ, അതൊരു 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് അത് വീണ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പതിയെ സമാധാനത്തിൽ റിലാക്സായിട്ട് ഇതിൻ്റെ ലോക്ക് ഇത് കണ്ട് ഈ ലോക്ക് ഇടുക. ലോക്ക് ഇടുമ്പോൾ ചൂണ്ടലായി. ഇനിയിപ്പോൾ ഇതിനെ കറക്കി ഇങ്ങനെ എടുക്കുക. അതാണ് പരിപാടി. ഇത്രയുള്ള പരിപാടി. ആദ്യം ചിലപ്പം ഇച്ചിരി പാടായിരിക്കും, പക്ഷേ എങ്കിൽ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും റെഡിയാവും. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി ഇതിൻ്റെ ഹുക്കും കാര്യങ്ങളുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് വീഡിയോ ഇടാം. ഞാൻ വാങ്ങിക്കുന്ന ഷോപ്പിലെ ഹുക്കും എല്ലാം കാണിച്ചു തരാം. വേണ്ട, നമ്മൾ ഫിഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് മാറ്റിയിട്ട് അടിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ തോന്നുന്നു, വലിഞ്ഞിരിക്കുന്നുണ്ടോ? ഓ, പക്ഷെ 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം പോയി. പക്ഷെ 2 ഉള്ളൂ. ഇതിപ്പോൾ കിട്ടിയ അയില ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതുണ്ടോ, നമ്മുടെ ഇന്ത്യൻ അയില അല്ലേ കേട്ടോ ഇത്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ആ ടൈപ്പ് അയിലയല്ല, അത് വേറെ ടൈപ്പ് അയിലയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് അയിലയാണ് ഇത്. ടേസ്റ്റുള്ള അയിലയാണ് ഇത് ഇവിടുത്തെ കിട്ടുന്നത്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് കണ്ടോ, ബോട്ടിൽ വന്നിട്ട് പിടിക്കുന്നുണ്ടോ, മീൻ പിടിക്കുന്നുണ്ടോ? ചെറിയൊരു ബോട്ടിൽ വന്നിട്ട് ചൂണ്ടയിടുക. നമ്മൾ അറിയുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. അവിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ചൂണ്ടയിടുക. അയില പിടിക്കാൻ വേണ്ടി ഉണ്ടാവും. അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അവർ പതിയെ പോവാണ്. ഞാനിവിടെയുള്ള നമ്മുടെ ഈ പാറയിലുള്ള ഒരു കക്ക കാണിച്ചു തരാവേ.
ഒരു ടൈപ്പ് ഒരു കക്കയുണ്ട് ഇവിടെ. എനിക്കൊന്ന് ഇത് വലുതായിട്ടാണോ ഓയിസ്റ്റർ ആവണമെന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ ഈ കുഞ്ഞു കാണുന്നുണ്ടോ? ഈ പൊടി പോലെ കാണുന്നുണ്ടോ? ഇതെല്ലാം ഈ കക്ക തന്നെ. ഇത് വലുതാവും ഇത് ഇടുന്നുണ്ട്. ഇങ്ങനെ കുത്തിയെടുക്കുന്നു. നല്ല സ്ട്രോങ് ആയത്. കല്ലുണ്ടെങ്കിൽ അതാണ് നല്ലത്. കല്ലോ അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമാണ് പൊടിച്ചെടുക്കാനായിട്ടേ. ഉണ്ടോ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്നൊരു ദ്രാവം ഉണ്ടോ? കണ്ടോ? ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതുണ്ടോ? ഇതിനെ നമുക്ക് ഈ ഒരു ഇതിങ്ങനെ നമ്മുടെ കക്ക പോലെ ഇതിങ്ങനെ എടുക്കാൻ പറ്റും. മീറ്റ് കക്ക പോലെ ഇങ്ങനെ കക്ക ഇറച്ചി പോലെ ഇങ്ങനെ എടുത്തിട്ട്, എനിക്കറിയത്തില്ല ഇത് കഴിക്കാൻ പറ്റുമോ എന്ന്. കഴിക്കാൻ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ബട്ട് ഇത് കണ്ടോ? ഇത്രയിലെ കോടിക്കണക്കിന് ഈ കല്ലിലുള്ള ചെറിയ കേട്ടോ. ഇതൊക്കെ ആ കുഞ്ഞിത് കണ്ടോ? കുഞ്ഞതും വലുതും ഒക്കെ ആയിട്ട് കോടിക്കണക്കിനാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. 2 ഫിഷേ കിട്ടിയുള്ളൂ. നമുക്ക് പിള്ളേരെ ഞാനവിടെ മേളിൽ ഉണ്ടോ അവിടെ ഇരുത്തിയിരിക്കുക. അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകണേ. കണ്ടായിരുന്നു ഞാൻ പിടിക്കുന്നത്. എന്നാലും ഒന്ന് കാണിച്ചു കൊടുക്കാവേ. തുറന്നേടാ, തുറന്നു മാറിക്കും. ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഫിഷ് ആൻഡ് ചിപ്സ് വേണമെന്ന് പറഞ്ഞേ. ഞാൻ കാണിച്ചു തരാം. നല്ല ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന ഷോപ്പാണേ. പോയി നോക്കാം. ഇതാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഈറ്റ് ഹയർ ഫ്രഷ് ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പിലേക്ക് പോവാം നമ്മൾ കഴിക്കാനായിട്ട്. ഇത് എക്സൈറ്റഡ് ആണോ? അല്ല, നീ അല്ലേ ഇനിയോടെ ചോദിച്ചു. ഇതാണ് ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പ്. ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്തിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്ത കേട്ടോ. ഞാൻ സോൾട്ടും വിനെഗറോടും ഇട്ടെടുത്തതാണ് കേട്ടോ. ഫിഷ് ആൻഡ് ചിപ്സ് വലിയൊരു ഫിഷാണോ? നല്ല ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഫിഷും നല്ല ചിപ്സും കഴിച്ചോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഉണ്ടോ? അല്ലല്ലേ, അവിടുത്തെ പുറത്ത് ജസ്റ്റ് ഒരു നമ്മുടെ നാട്ടിലെ തട്ടുകടയൊക്കെ പോലെ ഔട്ട് സൈഡ് കേട്ടോ. ഒരു ഷെഡും ഒക്കെ ആയിട്ട് ആണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഉച്ചയ്ക്ക് 1 മണി ആയതേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഒരു തട്ടുകട പോലെയാണ് സംഭവം. ഫിഷ്, ഈ ഫിഷില്ലേ ഇതുണ്ടോ? ഇതിൻ്റെ മീറ്റ് കണ്ടോ? ഇത് വെളുത്തിട്ടുള്ള ഇരുത്തല്ലേ. ഒരു കോഡ് ഫിഷ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവർ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടിന് ആ ഫിഷ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിക്കനോ? ഫിഷ് ആൻഡ് ചിപ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ. And subscribe. And we eat some ketchup. Yeah. Bye bye.